ഫംഗ്ഷനല്ലായിരുന്നു ഇത്. ഞാൻ സംവിധാനം ചെയ്യുന്ന ടൈറ്റിൽ നോവലിനോട് ബന്ധപ്പെട്ട ചില വിശേഷങ്ങളും ചില കാര്യങ്ങളും ആണ് ഞങ്ങൾക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീ ഉണ്ണികൃഷ്ണൻ അത് തുടങ്ങി വയ്ക്കുക ഉത്തരങ്ങൾ അതിൻ്റെ സമഗ്രതമായി സംഘടിപ്പിക്കുന്നതാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. സ്വാമി ഇന്നലെ എന്നോട് ഈ ഫംഗ്ഷനെ കുറിച്ച് ഔപചാരികത കലർന്ന ചടങ്ങല്ല. അപ്പൊ ഇവിടെ വന്നിരുന്നപ്പോഴും സ്വാമി പറഞ്ഞത് നീ എല്ലാം നോക്കിക്കോണം, എന്താണ് നോക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഈ സിനിമയെ കുറിച്ച് സ്വാമിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ഗുരുതുല്യനാണ് ശ്രീ SM സ്വാമി. ഇത്രയും എഴുത്തുകാരെയും സംവിധായകരെയും എഴുത്തുകാരെ വിശേഷിച്ച് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മലയാളത്തിലെ എഴുത്തുകാർ ചുരുക്കം ചിലരാണ്. വലിയ ഭാഗ്യമാണ് മലയാളം കണ്ട ഇക്കാലത്തെയും ഏറ്റവും വലിയ 2 എഴുത്തുകാരുടെ നടുക്ക് ഇത് ഇരിക്കാൻ പറ്റുക. സ്വാമി ശ്രീനേന്ദ്രൻ. അപ്പോ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത് സ്വാമി സാറ് ആദ്യമായിട്ട് സംവിധാനം നിർവഹിക്കുന്നത്. അപ്പോ ഒരു പ്രായവും ഒരു സമയവും വൈകിയതല്ല. സ്വാമിയുടെ ഈ തീരുമാനം കുറച്ച് വൈകിപ്പോയോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. കാരണം ഒരു സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്നെയും സംവിധാനം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ഇന്ത്യയിലൊടുങ്ങാത്ത സൂപ്പർ ഹിറ്റുകൾ, മെഗാ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള എഴുത്തുകാരനാണ്. അപ്പോൾ എന്നേ അദ്ദേഹത്തിന് സംവിധാനത്തിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്തത് സമയം കുറച്ച് വൈകിപ്പോയി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയവും വൈകിയതല്ല. പിന്നെ ശ്രീനിയേട്ടൻ ഇപ്പുറത്തിരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ പറയാം, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് വേണമെങ്കിൽ ഇതൊക്കെ പറയാം. അപ്പോ സ്വാമി സാറിൻ്റെ നിന്ന് അത് തുടങ്ങാം. സ്വാമി, എന്താണ് ഇപ്പോ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം? സ്വാമി സാർ എത്ര പടം എഴുതിയിട്ടുണ്ട് ജോർജ് സാർ? ഞാൻ ഇപ്പൊ ഉണ്ണി പറഞ്ഞ പോലെ എനിക്കൊരു സംവിധാനം എന്തു വേണമെങ്കിൽ ചെയ്യുമായിരുന്നു. അതിന് സാഹചര്യത്തിൻ്റെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, സന്ദർഭത്തിൻ്റെ പ്രോബ്ലം ഉണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നിയില്ല. അതാണ് ഇത്. പിന്നെ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ വിചിത്രമായ ഒരു തോന്നലാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് മമ്മൂട്ടിയുടെ സെറ്റിൽ പോയി, മമ്മൂട്ടിയെ കാണാൻ. അപ്പൊ ഞാനിങ്ങനെ രഞ്ജിത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക മമ്മൂട്ടിയെ. അപ്പൊ ഇങ്ങനെ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞു, മമ്മൂട്ടി എനിക്കൊരു പടം സംവിധാനം. പുള്ളി ചിരിച്ചു. തനിക്ക് തന്നെ ആകായിരുന്നല്ലോ, പിന്നെന്താ ഇത്ര താമസം, പിന്നെന്താ ഇപ്പം തോന്നാൻ കാര്യം? എനിക്കറിയില്ല, എനിക്ക് ഇപ്പോഴാ തോന്നിയത്. അപ്പൊ പറഞ്ഞു പുള്ളി, താൻ സംവിധാനം ചെയ്യുകയാണെങ്കിൽ 3-4 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. താൻ ഇതുവരെ എഴുതിയ ജേണലിൽ പെട്ട ഒരു കഥയാവരുത് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ തൊടാത്ത ഒരു സബ്ജക്റ്റ് വേണം താൻ ചെയ്യാൻ. പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനം, താൻ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് ആ കഥ എഴുതാൻ പാടില്ല. ഇതിനു മുമ്പ് താൻ എഴുതിയ കഥകൾ പലതും ആർട്ടിസ്റ്റുമാരെ മനസ്സിൽ കണ്ടിട്ട് ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതങ്ങനെ എഴുതരുത്. താൻ കഥ എഴുതിയതിന് ശേഷം ആ കഥയിലെ കഥാപാത്രങ്ങൾക്ക് യോജിച്ച ആർട്ടിസ്റ്റിനെ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനം, ഈ കഥയിൽ തന്നെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. അത് നിർബന്ധമാണ്. എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ സിനിമ ചെയ്തെന്ന് ആൾക്കാർ ചോദിക്കാനിടയായാൽ അതിലൊരു കാരണവും കാര്യവും
ആ സിനിമയിലുണ്ടാവും. അത് കേട്ടപ്പോൾ എനിക്കൊന്നും അറിയില്ല, കാരണം അന്ന് എൻ്റെ മനസ്സിൽ ഇത് ഒരു കഥയൊന്നും ഉണ്ടായില്ല. അങ്ങനെ കുറേ നാൾ, ഒരുപാട് നാൾക്ക് ശേഷം ഈ കണ്ണൂർ സ്ക്വാഡിൻ്റെ സെറ്റിൽ ഞാൻ വീണ്ടും മമ്മൂട്ടി കണ്ടു. അപ്പം ഞാൻ പറഞ്ഞ ഒരു ലൈനായിട്ടുണ്ട് മനസ്സിൽ. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. 4-5 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞു കേൾപ്പിച്ചു. ഇതൊരു നല്ല സംഭവം, ഞാൻ ശരിക്കും വർക്ക് ചെയ്യും, നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് മാത്രം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചില മനസ്സിൽ ചില രൂപങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും ശരിയാണ്, ഞാൻ ശരിക്കും തൻ്റെ എല്ലാ എഫേർട്ടും ഈ പ്രോജക്റ്റിൽ താൻ ചെയ്യാം, എൻ്റെ എല്ലാ എഫേർട്ടും ഉണ്ടായിരിക്കുന്നു ഈ പ്രോജക്റ്റ്. അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സ്വാമി സാർ ഇങ്ങനെ ഒരു ഉദ്യോഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. മമ്മൂക്കയുടെ വാക്കുകളെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ് സ്വാമി സാർ ചോദിക്കുന്നത്. മമ്മൂട്ടിയെ പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ കുറച്ചു കാലം മുമ്പുള്ള ഒരു കാര്യം പെട്ടെന്ന് ആദ്യം ഓർമ്മയിൽ വരുന്നു. അതായത് അദ്ദേഹത്തിന് അഭിനയിച്ചുള്ള നാഷണൽ അവാർഡ് ആ വർഷം ചിന്താവൃത്തിയായ ശ്യാമനാഥ സിനിമയ്ക്ക് എനിക്കും ഒരു നാഷണൽ അവാർഡ് ഉണ്ടായി. അങ്ങനെ ഡൽഹിയിലെത്തി. അപ്പോ ഈ അവാർഡ് ചടങ്ങ് നടക്കുന്നതിന്റെ തലേ ദിവസം പ്രസിഡന്റ് അവാർഡ് ഫംഗ്ഷനും റിഹേഴ്സലൊക്കെ. അപ്പോ അച്ഛനക്കും മര്യാദ അനാവശ്യം സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അവാർഡ് വാങ്ങുന്ന സമയം. അപ്പൊ അവാർഡ് ജേതാക്കളുടെ ആളുകളെ പറ്റി ഏങ്കർ ചെയ്യുന്ന ആള് ആദ്യം കുറച്ചേരം സംസാരിക്കും. അദ്ദേഹത്തിനേക്കും ജീവചരിത്രമാണ്, അങ്ങനെ പറ്റി സംസാരിക്കും. അപ്പൊ മമ്മൂട്ടിയുടെ കാര്യം പറയുന്ന സമയത്ത് ഏങ്കർ പറഞ്ഞു, this is the second time he's getting the award. No! No, Archana. President Kerala and പോയിട്ട് I was always to take over the vision on the place. No, this is the third time I'm getting the same award. രണ്ടാമത് തവണയല്ല, മൂന്നാമത് തവണയാണ് കിട്ടുന്നത്. പ്രസിഡന്റ് അവാർഡ് വാങ്ങാൻ പോയപ്പോ പ്രസിഡന്റ് എന്തോ പറയുന്നത് കേട്ടു. എന്നെ പേടിപ്പിച്ചറിഞ്ഞെന്തോ ഞാൻ കേട്ടില്ല. പക്ഷെ എങ്കിലും അതായിരിക്കും എനിക്ക് സൗഹൃദിച്ചാണെന്ന് മമ്മൂട്ടി പറഞ്ഞതായിട്ട് തോന്നി. പക്ഷെ എന്തായാലും വളരെ അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല. അധികാരം ജീവിതത്തിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പോ ഈ രണ്ടു തവണ മൂന്നാമത്തെ തവണ ആണെന്ന് പറയാൻ വിട്ടുപോയതിന് ഇത്രയും വലിയ ഒറ്റ വെക്കണമായിരുന്നു എന്നതിലാണ് എന്റെ സംശയം. അതുകൊണ്ട് അദ്ദേഹം സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം. ഇതിന്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു 45 വർഷത്തിന് അറിയാമറ്റായി ഞാൻ സിനിമയില് വന്നുപെട്ടിട്ട് ഒരു മനുഷ്യന് ടൈറ്റിൽ ലാഞ്ചിന് ഇന്ന് വരെയല്ല കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ടൈറ്റിൽ ലോഞ്ചിന്
അന്ന് പരിചയപ്പെട്ടത് അന്ന് സ്വാമിയെ എടുത്തു തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. കാർട്ടൂണിസ്റ്റ് തോമസ് പ്രൊഡ്യൂസർ അദ്ദേഹത്തുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ. അതെ 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 അതെ. എനിക്ക് മമ്മൂട്ടിയെ വിശ്വാസമാണ്. എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസമാണ്. അതെ, കാരണം ഞാൻ അനുഭവം കൊണ്ട് പഠിക്കൊരു മനുഷ്യൻ. അതായത് 20-ാം നൂറ്റാണ്ടിൽ നിന്നിട്ട് സിനിമ കഴിഞ്ഞിട്ടാണ് CBI ഉള്ളത്. CBI ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരൻ്റെ കഥയായിരുന്നു. കഥയെല്ലാം ഞാൻ മമ്മൂട്ടി പറഞ്ഞു കേൾപ്പിച്ചു. പുള്ളി വളരെ നിശബ്ദമായിട്ട് കഥയെല്ലാം കേട്ടതിന് ശേഷം ലാസ്റ്റ് ഒരു നല്ല കഥയാണ്, പക്ഷെ പോലീസ് വേണ്ട. നമ്മൾ പോലീസില്ലാതെ എങ്ങനെയാണ് കുറ്റാന്വേഷണം? സ്വാമി, ഞാൻ ആവനാഴി എന്നൊരു സിനിമ ചെയ്തിരിക്കുക. അതിൽ മാവൂർ മാസ്റ്ററുടെ അമ്പ് മുഴുവനുണ്ട് അതിൽ. അതിൻ്റെ മുകളിൽ സ്വാമി ട്രൈ ചെയ്തത് കണക്കില്ല. അപ്പം ഞാൻ ചെയ്യും, ഞാൻ CBI ആണ്. CBI അന്ന് എനിക്ക് ശരിക്കും പറയാൻ CBIയുടെ ഫുൾ ഫോം പോലും അറിയും. CBI എന്തിനാണ്? ഞാൻ ആലോചിക്കും. വേറെ റൈറ്റർ, വേറെ ക്രിയേറ്റർ, പിന്നെ പോകണം. ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി CBIയിലെ ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് ഒരു 4-5 റൗണ്ട് ഡിസ്കഷനിൽ CBIയുടെ മോഡസ് ഓപ്പറൻഡ്, ഇത് CBIയുടെ തത്വങ്ങൾ, CBI ഏതിലാണ് എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്കുണ്ടായിരുന്നത്. അത് കേട്ടപ്പോൾ ഐ വാസ് എക്സൈറ്റഡ്. കാരണം അതുവരെ ഞാൻ കേട്ട പോലീസിൻ്റെ കഥയല്ല CBIക്ക് പറയാനുള്ളത്. ഞാൻ അത് വെച്ചിട്ട് ഞാൻ റീകൺസ്ട്രക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്ത് ആദ്യം എൻ്റെ കഥയിലെ ഹീറോ കലിയും പറയാനെന്നും പറഞ്ഞു. മമ്മൂട്ടി പറഞ്ഞത് വേണ്ട, കാരണം അത് വിശ്വസിക്കില്ല. അപ്പം നമുക്കൊരു കാര്യം, അത് സ്വാമിയാക്കാം. ശരി, സ്വാമിയാക്കാന്നൊക്കെ പറഞ്ഞാൽ പുള്ളി എൻ്റെ മുമ്പിൽ അത് പറയുന്ന രീതി കേട്ട നമ്മൾ അന്തം വിട്ട് വിശ്വസിക്കുക. അതുപോലെ പുള്ളി എന്നെ പറഞ്ഞ് കണ്ടു. അങ്ങനെ ഞാൻ അറിവ്, അതുകൊണ്ട് യാതൊരു സംശയമില്ല. അത് കഴിഞ്ഞ് ഈ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നമ്മളെ ഡിസ്കറേജ് ചെയ്തു. സ്വാമി പോലീസാണ്, അന്വേഷിക്കാൻ പോകണം. എന്ത് സ്വാമി ചെയ്തു വെക്കണം? 20-ാം നൂറ്റാണ്ട് പോലത്തെ സിനിമ ചെയ്തിട്ട് ഇതേപോലെ ഒരു പോലീസുകാരൻ സ്വാമി വെച്ചിട്ട് സിനിമ ചെയ്താൽ പോകണം. അങ്ങനെയാണ് എന്തിനാണെന്ന് പറഞ്ഞ് എല്ലാ കോർണറിൽ നിന്നും എനിക്ക് ഡിസ്കറേജിങ് ആയിരുന്നു. ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും കൂടി. അപ്പോഴും ഞാൻ ഇന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്കറേജ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞാൻ അവിടെ ഇനി ആരെന്ത് വേണമെങ്കിലും പറയട്ടെ, ദിസ് വി ആർ ഡൂയിങ്. ഇപ്പോഴുള്ള പ്രൊഡ്യൂസർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എനിക്ക് 10 പ്രൊഡ്യൂസറെ തരാം. എന്ത് വേണമെങ്കിലും ആ കാര്യമേ താൻ വിട്ടേക്കും, നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യും. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അത്ര കോൺഫിഡൻസും മോട്ടിവേഷനും എനിക്ക് തന്നാണ്. ഒരുപാട് പ്രാവശ്യം എന്നെ പല ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഞാൻ വിശ്വസിക്കാൻ ചെയ്യും. ഫിലിമോഗ്രഫിയിലെ ഏറ്റവും നമ്മളെല്ലാവരും റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരു സീരീസ് ഓഫ് ഫിലിംസ് ആണ്. അതിൻ്റെ പുറകിൽ വളരെ ശക്തമായിട്ടുള്ള മമ്മൂക്കയുടെ ഇടപെടൽ, മമ്മൂക്കയുടെ സ്വാമിയോടുള്ള ഇന്ററാക്ഷനാണ് സ്വാമി പറഞ്ഞു. അതേപോലെ തന്നെ ഈ സിനിമയുടെ പുറകിൽ മമ്മൂക്ക സ്വാമിക്ക് തന്നിട്ടുള്ള എല്ലാ സജഷൻസും, എല്ലാ ഉപദേശങ്ങളും ഫലവത്താവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്വാമിയുടെ ആശംസിക്കുന്നു. ഏറ്റവും സംവിധായകർക്ക് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും ചെറുപ്പമുള്ള സംവിധായകനാണ് ശ്രീ SN സ്വാമി. കാര്യം അദ്ദേഹമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തത്, യംഗസ്റ്റ് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്വാമിക്ക്
അതിന് എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ സ്വാമിയുടെ നിർമ്മാതാവിനെല്ലാം കേൾക്കണ്ടേ? എല്ലാവർക്കും നമസ്കാരം. വളരെ രസകരമായ ഒരു ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ രസകരമായ ഒരു സദസ്സിൽ ഇരിക്കാനും മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ ഇരിക്കാനൊരു ഭാഗ്യം സിദ്ധിച്ചത്. സ്വാമി കഥയുടെ ഒരു സാരാംശം എന്നോട് പറഞ്ഞിരുന്നു ആദ്യം. അപ്പം അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. സ്വാമിയോട് ഞാൻ പറഞ്ഞു, സ്വാമി എന്ത് ചെയ്യുന്നു, സ്വാമിയാണ് പ്രൊഡ്യൂസർ, സ്വാമി ചെയ്യുക, ഞാൻ ഒരു പേരുകാരനായിട്ട് സ്വാമിയുടെ കൂടെ നിൽക്കാം, അതിൽ കൂടുതലായിട്ട് ഞാൻ ഒന്നിനും ഇടപെടത്തില്ല എന്ന് ആദ്യം തന്നെ സ്വാമിയോട് പറഞ്ഞു. ഏതാണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴും ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒന്നിനും ആവശ്യമില്ലാതെ ഇടപെട്ടിട്ടില്ല. പിന്നെ എനിക്ക് സ്വാമിയിലൊരു വിശ്വാസമുണ്ട്. നമ്മളെ കരയിപ്പിച്ച ചക്രവർത്തിയിൽ നിന്ന് നമ്മളെ ത്രസിപ്പിച്ച CBIയിലേക്ക് എത്തി തീർച്ചയായിട്ടും എന്നെ കരയിപ്പിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്ക് സ്വാമിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും തീരുമാനിച്ച് മുന്നോട്ട് പോകാമെന്ന്. സ്വാമിക്ക് മമ്മൂട്ടിയുള്ള വിശ്വാസം പോലൊക്കെ എനിക്കും സ്വാമിക്കും വിശ്വാസമുള്ള ഒരാളോട് ഇരിപ്പുണ്ട്, എറണാകുളത്തപ്പനിൽ എല്ലാം സമർപ്പിക്കുമ്പോഴാണ് ഞാൻ സ്വാമിയോട് ഇതിൽ ഇറങ്ങിത്തിരിച്ചത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കാർക്കും ഇത് കരയേണ്ടി വരത്തില്ല, വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാം പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഞാൻ ഈ അവസരം നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ സർഗാത്മകതയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്താതെ അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, സ്വാമി മാത്രമല്ല, കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ പിന്നെ സ്വാമിയുടെ കുറെ കറിയാം. ഇത്തരത്തിലുള്ള നിർമ്മാതാവ് എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അല്ലേ? സ്വാമിക്ക് അത് തിരിക്കണം. അത് നമുക്കും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പൊ അതിലേക്ക് വരാം. സ്വാമി എന്താണ് സീക്രട്ട് എന്ന് പറയുന്നത്? സ്വാമിയുടെ എല്ലാ സിനിമയും അവസാനം ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്ന പോലെയാണ് മേജർ സിനിമ. അല്ലാത്ത സിനിമകളും സ്വാമി ചെയ്തിട്ടുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു ഒരു തിരക്കഥയുടെ ഒരു മരണം എന്ന് പറയുന്നത് ഏറ്റവും അവസാനം നമുക്കൊരു സർപ്രൈസ് ഉണ്ടാവണം. ഇതിന്റെ ടൈറ്റിൽ തന്നെ സീക്രട്ടാണ്. പിന്നെ ഈ മോഷൻ പോസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അസ്ട്രോളജി, നിമിത്തശാസ്ത്രം, അതിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ് ഞാൻ. എന്നാലും ഈ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്കും ഇതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടന്റിനെ കുറിച്ച് എന്താ സ്വാമിക്ക് പറയാൻ? ഈ ടൈറ്റിൽ എങ്ങനെയാണ് സ്വാമി കൂടുതലേക്ക് വന്നത്? സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് വളരെ ഫെമിലിയർ ആയിട്ടൊരു മീനിങ്, സംതിങ് ടു ഡു വിത്ത് മൈൻഡ്. അല്ലാതെ ഒരുപാട് കാര്യം ജീവിതത്തിന്റെ തന്നെ ഒരുപാട് വിഷയങ്ങൾ അറിയില്ല. നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ക്രൈം, സസ്പെൻസും പോലീസും ഇൻവെസ്റ്റിഗേഷനും അല്ലാത്ത സീക്രട്ടും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഈ സിനിമയിലെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടി ഇവിടെ താൻ ഒരു സിനിമ ചെയ്താണ് അതിൽ തന്നെ സിഗ്നേച്ചർ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്നത് എന്താണ് അതിനെക്കുറിച്ച്. ശ്രീനിയേട്ടൻ, ഇപ്പൊ വേറൊരു കാര്യം ഇതിനിടയിൽ കൂടി സംഭവിക്കുന്നത് ഈ സ്വാമിയുടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണ്. കാര്യം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ എന്തോ ഒരു മോഡറേറ്റർ പോലെ ഇരിക്കേണ്ട അവസ്ഥ വരുന്നത്. അതിനെ എന്നെ പെടുത്തിയിരിക്കുകയാണ് സ്വാമി.
ഞാൻ പോലും അറിയാതെ അങ്ങനെ എന്നെ കൊണ്ട് സ്വാമി പ്ലേസ് ചെയ്തിരിക്കുക. അപ്പൊ സ്വാമിയുടെ ഭയങ്കര കൗശലമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് സ്വാമി ഏൽപ്പിച്ചതുകൊണ്ട് എനിക്കുള്ള കാര്യങ്ങൾ കുറച്ച് മുമ്പോട്ട് പോകേണ്ടതുകൊണ്ട് ശ്രീനേട്ടനോട് ഒരു കാര്യം ചോദിക്കാം. സ്വാമി എഴുതുന്ന തരത്തിലുള്ള സിനിമകളുണ്ട്, ക്രൈം ത്രില്ലർ, എപ്പോഴെങ്കിലും ശ്രീനേട്ടൻ അങ്ങനെ ഒരു സിനിമ എഴുതാൻ പോകുന്നു? എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അതിനു വേണ്ടി പണ്ട് മുതലേ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. കണ്ടിന്റെ പുസ്തകങ്ങൾ കുറെ നമ്മുടെ വിഷ്ണു വിജയൻ എന്നൊക്കെ പറയുന്ന സിനിമ ചേച്ചിന്റെ നോവലിൽ നിന്ന് അടിച്ചു മാറ്റിയതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് എത്ര വായിച്ചിട്ട് എനിക്ക് ആ ബാങ്കിലേക്ക് ഒരു പിടിപ്പില്ലാത്തതുകൊണ്ട് അവസാനം എനിക്ക് ശരിയാവില്ലെന്ന് പറഞ്ഞ് പിന്നാക്കിയതാണ്. പറ്റുന്നില്ല. അതിന് വേറൊരു ബുദ്ധിമാണ്. അത് സ്വാമിക്കൊക്കെ ഉൾപ്പെടുത്തും. അതിന് സാമ്യമാവണം, എന്നാലേ പറ്റും. മമ്മൂട്ടിക്ക് അതിന് പേരില്ല, കഥാപാത്രത്തിന് പേരില്ലാത്തൊരു പടമാണ്. അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര്. അയാളുടെ പേര് എനിക്കറിയില്ല, പേരില്ല എന്നാ പറഞ്ഞു. പുള്ളി അത്രയും കാലം ഈ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് അക്വൈൻറ്റൻസ് ഉണ്ടായിട്ട് ഒരു പുള്ളിക്കും അറിയില്ല പേരെന്താ. അപ്പൊ പുള്ളി ഒരു അതിന്റെ സീക്രട്ടായിരിക്കും എന്ന് പറഞ്ഞു. കളിക്കളത്തെ കുറിച്ചാണ് സ്വാമി പറയുന്നത്. അന്നത്തെ കഥാപാത്രത്തിന്റെ പേര് പോലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ട്രൈ ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ കൗശലവും ഭയങ്കര മിടുക്ക് വേണം. അത് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് പറയാറുള്ളത്. അപ്പൊ ഇത് അത്തരത്തിലുള്ള ഒരു സിനിമയാണോ? എനിക്ക് എന്തെങ്കിലും അങ്ങനെ സൂചനകൾ തരാൻ പറ്റുമോ സ്വാമി? ഇതിനകത്ത് ഞാൻ ഒന്നും അവകാശപ്പെടില്ല. ഞാൻ പറയാം, എന്നോട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ താൻ ഇതിനു മുമ്പ് ചെയ്ത ജേണലിൽ പെട്ട ഒരു സിനിമയാവരുത്. നമ്പർ 2, താൻ ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് അഭിനയിക്കുന്നവരേക്ക് എത്തിക്കരുത്. ഇതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ആ മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക. അതെന്തായാലും നല്ല പരിപാടിയാണ് തോന്നുന്നു. കാര്യം അദ്ദേഹം അടുത്ത സുഹൃത്തെന്ന നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു. സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. ഈ മിടുക്ക് എല്ലാം കൂടി ഗംഭീരമാകട്ടെ സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആശംസിക്കാനാണ്. മറ്റെന്തെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ സ്വാമി? അത് ആർക്കണ്ടേ സംസാരിക്കുന്നത്? അതെ, സ്വാമിയോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാൻ കേട്ടോ. മാധ്യമ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആരോട് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സ്റ്റേജിൽ എന്നെ വിളിച്ചിരുത്തിയതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമി സാറിന്റെ സിനിമകളിൽ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഒക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമി സാറിന്റെ ഫിലിമ എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എനിക്ക് ഓക്കെയാണ്. എനിക്ക് അതിലൊരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ഒന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതില് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ എല്ലാവരും കാണും. ഈ സീക്രട്ടിലൊക്കെ കുറെ മീനിങ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു സോ മച്ച്. ആദ്യത്തെ പടമാണ് വേറൊരു ക്യാരക്ടർ ചെയ്തത്. മുന്നേ കൃഷ്ണ സാറിന്റെ പടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെടുന്നത്. സ്വാമി സാറിന്റെ പടത്തിലെ ഓഡിഷനാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. നേരെ ചെന്ന് സ്വാമി സാറിനെ കാണാൻ പറ്റുക എന്ന് പറയുന്നതിന് ആ സമയത്ത് തന്നെ വിളിക്കുമ്പോൾ എനിക്ക് വലിയ കാര്യമായിരുന്നു. കണ്ട ദിവസം തന്നെ എൻ്റെ അടുത്ത്
സ്ഥിരം പറഞ്ഞു, ചെയ്യാനും പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞ് അന്നത്തോടെ തന്നെ എല്ലാ കാര്യത്തിലും തീരുമാനമായി. അപ്പൊ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ആക്ച്വലി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ആ ദിവസം. പിന്നെ സാറിന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. അതും ഇനീഷ്യൽ ടൈമിൽ തന്നെ ഒരു ത്രോട്ട് ക്യാരക്ടർ കിട്ടുക, പിന്നെ ധ്യാൻ ചേട്ടൻ്റെ കൂടെയും അപർണയുടെ കൂടെയൊക്കെ ചെയ്ത സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ചെയ്യാൻ പറ്റിയില്ല. ഈ പോസ്റ്ററിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് വാക്കുകൾക്ക് ഈ സിനിമയിൽ ഒരുപാട് മീനിങ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പടം ഇറങ്ങുമ്പോൾ മനസ്സിലാവും. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. അല്ല അല്ല അല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അയാളുടെ രൂപമാണ് എൻ്റെ കഥാപാത്രമായിട്ട് മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ അന്വേഷിച്ചു. അയാളുടെ ഡേറ്റ് ഉടനെ ഉണ്ടായിരുന്നില്ല, 3-4 മാസം കഴിഞ്ഞ് അയാൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സബ്ജക്റ്റ് ഒരു ഇതേപോലെ ഡിസ്കസ് ചെയ്തിട്ട് ഹി വാസ് ഹാപ്പി. അങ്ങനെ ഞാൻ റെഡിയാക്കിയില്ല. ഞങ്ങൾ വേറെ ശരിക്കും പറയാൻ ഈ പടത്തിൽ വേറെ ഓപ്ഷൻ ആലോചിച്ചിട്ടില്ല. മലയാളികൾ ഒരു ക്ലാസിക് സിനിമ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സിനിമകൾ മാത്രം കണ്ടുവരുന്ന കാലത്ത് CBI പോലത്തെ ഒരു സിനിമ ഇങ്ങനെ ക്രൈമുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് കൊണ്ടുവന്ന ഒരു റൈറ്ററാണ് താങ്കൾ. ഇപ്പോഴത്തെ കാലത്ത് വരുന്ന ത്രില്ലർ സിനിമകൾ കാണാറുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കാണാറുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനകത്ത് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്. ഞങ്ങളൊന്ന് 10-40 വർഷത്തെ അടുപ്പവും ഇതുണ്ടോ. ഇൻവെസ്റ്റിഗേഷൻ മമ്മൂട്ടിയുടെ ഞാനിപ്പോൾ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കണ്ട് കൺട്രോൾ സ്കോഡാണ്. ഇപ്പോഴത്തെ റൈറ്റേഴ്സിന്റെ ഒക്കെ എങ്ങനെ തോന്നുന്നു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ? ഞാൻ അങ്ങനെ ഒരു റൈറ്ററെ വിലയിരുത്താൻ അത്ര കഴിവുള്ള ആളൊന്നുമല്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട്. എല്ലാവർക്കും നമ്മളിപ്പോൾ ഒരു ക്രിട്ടിക്കിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ നിരൂപണമായിട്ട് എനിക്കൊരിക്കലും പറ്റില്ല. കാരണം എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നുണ്ട്, അതുപോലെ ശരികൾ പറ്റുന്നത്. അതുപോലെ എല്ലാവർക്കും ഉണ്ട് അവരുടെ അവകാശം. ഞാൻ അതിനൊന്നും ഒരു അഭിപ്രായം പറയില്ല. പ്രതീക്ഷ അത് ചിന്തിക്കാൻ ഏത് തരത്തിലുള്ള ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അഭിനയത്തിലൂടെയാണ്, ആക്ഷൻ സീൻസിലൂടെയാണ്, അഭിനയത്തിലൂടെ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്തത് ശ്രീജേഷിനോടൊരു കാര്യം വ്യക്തിപരമായിട്ട് സമീപിക്കാൻ തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാജനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, AK സാജൻ ഉണ്ട്. ഞങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച എക്കാലത്തെയും 3 തിരക്കഥകൾ എടുക്കാൻ പറഞ്ഞാൽ ആ ഒരു 10 തിരക്കഥ എടുക്കുകയാണെങ്കിൽ 15 തിരക്കഥ എടുക്കുകയാണെങ്കിൽ അതിലൊരു 3 ശ്രീജേഷിൻ്റെ. അതിന് ഞങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല, നിങ്ങൾക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല. ഒപ്പം ശ്രീനേട്ടൻ്റെ വലിയൊരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം മാറ്റിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഈ വൺ ലൈനേഴ്സ്, അതിൻ്റെ ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഡയലോഗ് റൈറ്റിംഗ് കൊണ്ടുവന്ന ഒരാളാണ് ശ്രീനേട്ടൻ. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റാതെ ശ്യാമള കുട്ടികളെ പിടിച്ച് അകത്തേക്ക് വരുമ്പോൾ ശ്രീനേട്ടൻ്റെ ക്യാരക്ടർ ചോദിക്കുന്നത് എന്ത് പറ്റി ശ്യാമളയിൽ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ പോകുന്ന ഓട്ടോറിക്ഷയുടെ വർക്ക്ഷോപ്പ് നടത്തുന്ന വാസുവാണ്, അല്ലാതെ അയ്യപ്പനല്ല എന്നാണ് പറയുന്നത്.
അങ്ങനെ ഒരു ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ഒരു ചില്ലറ പണിയല്ല. ഉദയനാണ് താരത്തില് മീന മോഹൻലാലിനെ ഫോൺ ചെയ്തിട്ട്, മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഫോൺ ചെയ്തിട്ട് പറയുന്നത്, ഒരു ഫോണിലൂടെയാണ് നമ്മൾ ഒരുമിച്ചത്, ഈ ഒരു ഫോണിലൂടെ നമ്മൾ പിരിയുന്നു. ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഡയലോഗ് റൈറ്റിംഗ് ആണ്. ഒരൊറ്റ ലൈനിൽ അവർ എത്രത്തോളം ഇമോഷൻസ് ആണ് ഉള്ളടങ്ങുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല പുസ്തക മുതലാളിയുമായിരിക്കുന്നത് എന്ന് പറയുന്നത് മലയാളത്തിലെ അതിനേക്കാൾ അപ്പുറം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ എഴുതിയ ആളാണ് ശ്രീനേട്ടൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രീനേട്ടന്റെ ഒരു തിരക്കഥയ്ക്ക് ഞങ്ങൾ ഉണ്ടാവുന്നതാണ്. കഥ എഴുതാൻ ശ്രമത്തിലാണ് അദ്ദേഹം വൈകാതെ സാധിക്കുന്നതായി വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയും ഡയലോഗുകളൊക്കെ ഒട്ടി ഓർമ്മിക്കുന്നുള്ളത് ഞാൻ പോലും വിചാരിച്ചില്ല. നന്ദി സന്തോഷം. അല്ല, ഇതിന് ശരിക്കും നന്ദി പറയേണ്ടത് ശ്രീനേട്ടനാണ്. അതായത് ശ്രീനേട്ടൻ നമ്മളോടല്ല നന്ദി പറയേണ്ടത്. കാരണം ഇത് എന്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എനിക്ക് തോന്നുന്നു ശ്രീനേട്ടന്റെ ഇതുപോലത്തെ 10 ഡയലോഗെങ്കിലും പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യവും പറയാം ശ്രീനേട്ടൻ, ഞാൻ ഈ അടുത്ത കാലത്ത് ഞങ്ങള് റൈറ്റേഴ്സ് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ശ്രീനേട്ടന്റെ ഒരു ഡയലോഗിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അത് മഴ പെയ്യുന്നു മദ്ദളം കൂട്ടുന്നു എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ഞാൻ BA യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരത്ത് പഠിക്കുമ്പോഴാണ് ഈ സിനിമ അജന്ത തിയേറ്ററിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു 15 തവണയെങ്കിലും ഞാൻ തിയേറ്ററിൽ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഏത് വൈകുന്നേരം ഒഴിവ് കിട്ടിയാലും ആ സിനിമ കാണാൻ പോകുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ശ്രീനേട്ടൻ. കല്യാണം ഡിസിയിൽ നിന്നും അകറ്റണം, പറഞ്ഞു വിടുകയാണ്. പുള്ളിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം. അപ്പൊ ഞാനൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോൾ യാത്രയൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ പോവും. ശരി, ഞാൻ പോവാണ് മുതലാളി എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് യാത്ര പറയണേ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം ഓടി വന്ന് സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങുമ്പോൾ പുറകെ ശ്രീനിവാസന്റെ കഥാപാത്രം ഓടുന്നു. മോഹൻലാലിൽ ചെയ്ത കഥാപാത്രത്തിന് വളരെ എളുപ്പം ഓടി ഇറങ്ങി വരാൻ പറ്റുമ്പോൾ ഇദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. മുകളിൽ നിന്ന് താഴേക്ക് വീഴുക. രണ്ടാമത്തെ താഴെ അമ്പിളിച്ചേട്ടൻ ജഗതി ശ്രീകുമാർ നടക്കുക. ഇദ്ദേഹത്തിന്റെ മുകളിലേക്കാണ് വന്ന് ശ്രീനേട്ടന്റെ കഥാപാത്രം വീഴുന്നു. ഇവര് രണ്ടുപേരും കൂടി വീണിട്ട് നിസ്സഹായനായിട്ട് എഴുന്നേൽക്കുന്ന അമ്പിളിച്ചേട്ടന്റെ ഒരു ഷോട്ടുണ്ട്. അവിടെ ഒരു ഡയലോഗ്, ആ ഡയലോഗ് എഴുതാൻ എനിക്ക് തോന്നുന്നില്ല എഴുത്തുകാർക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്ത ഒരു ഡയലോഗാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അമ്പിളിച്ചേട്ടൻ എഴുന്നേറ്റിട്ട് ശ്രീനേട്ടനോട് ചോദിക്കുന്നത്, ഈ കോണിപ്പടി കാണിച്ചോണ്ടാണ് ചോദിക്കുന്നത്, ഇതെന്തിനാണ്, കാണാനാണോടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് ഡയലോഗ് റൈറ്റിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോ ഇതുപോലെ ഞാൻ എത്ര ഡയലോഗ് വേണമെങ്കിലും പറയാനുണ്ട് ശ്രീനേട്ടന്റെ സിനിമകളിലെ. കാര്യം അത്രയ്ക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോ വലിയൊരു നൊസ്റ്റാൾജിയാണ്. നമ്മൾ ശ്രീനേട്ടനോട് വലുതായിട്ട് ആ കാര്യങ്ങൾക്ക് കടപ്പെട്ടിരിക്കുകയാണ്. ആ സിനിമയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം, ഒരു മാസം മുമ്പ് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ വീട്ടിൽ വന്നപ്പോൾ അവിടെ അതിന് മുമ്പ് കാണുമ്പോൾ ഗർഭിണിയായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ പ്രസവം കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ ആണോ പെണ്ണോ? ആണോ. എന്താ പേരിട്ടത്? മാധവ് എന്ന പേരിട്ടത്. ഞങ്ങൾ ഇപ്പൊ തന്നെ അവനെ എന്നെ ധവാനാണ് വിളിക്കുന്നത്. അത് പറഞ്ഞിട്ട് എനിക്ക് തിരിഞ്ഞു. കാരണം മഴ പെയ്യുന്നു മദ്ദളം കൊണ്ടുവന്ന് എന്റെ പേര് അമേരിക്കയുടെ പേര് എന്നെ ധവാനാക്കി മാറ്റുന്നത്. ഞാൻ അപ്പം പ്രിയനെ വിളിച്ചു പറഞ്ഞു അത് ഞാനാണോ ആ പേരിട്ട് പ്രിയനാണോ പേരിട്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അന്നൊക്കെ ഷൂട്ടിങ് എടുക്കുമ്പോഴാണ് എടുത്തത്. പ്രിയം പറയും, ചേട്ടൻ
പോയി ഗവൺമെന്റ് ഒരു സർക്കസാണ്. അതായത് സ്റ്റാർട്ടേഴ്സ് വളർത്തൊരു പേജ് ഡ്രസ് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു പേജ് ഞാൻ എഴുതി കഴിഞ്ഞാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് അവസാനിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്നത് അറിയില്ല. എഴുതുന്ന ഷൂട്ട് ചെയ്യാൻ എനിക്കും അറിയില്ല, പ്രിയെന്നും അറിയില്ല. അവസാനം അത് ഹിന്ദി സിനിമയുടെ പ്രിയൻ എടുക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണല്ലോ. അപ്പോഴാണ് പ്രിയൻ ഇത് വായിക്കുന്നത് ആദ്യമായി. അപ്പൊ അവര് തന്നെ വിളിക്കണം. ഞാൻ ഇങ്ങനത്തെ ഡയലോഗൊക്കെ എഴുതിയിരുന്നത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. സോറി നമ്മൾ ഈ കേൾക്കുന്നത് നമ്മുടെ ഇക്കാലത്തെയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത സിനിമകൾക്ക് പുറകിലുള്ള സംഗതിയാണ്. അതായത് തിരക്കഥ ഇന്ന രൂപത്തിൽ വേണമെന്നൊക്കെ സൈദ്ധാന്തികമായിട്ട് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. സിൻഫീൽഡ് എന്ന് പറഞ്ഞ ആളൊക്കെ ഇത് കേട്ട ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിലെ എക്കാലത്തെ. ഇത് ഇതൊന്നും പ്രതിഭകളുടെ സ്പോണ്ടേനിറ്റിയാണ്. അത് ശ്രീനികേട്ടൻ പറഞ്ഞ ഇതേ കാര്യം ഈ ഒരു 2-3 മാസം മുമ്പ് ശ്രീ പ്രിയദർശൻ നേരിട്ട് എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ തങ്ങുമ്പോൾ എന്നെ ഫോൺ ചെയ്തിട്ട് നമുക്ക് ദിവസം വൈകുന്നേരം ഇരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ഇതാണ്. ശ്രീനികേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ, അദ്ദേഹം ചെയ്തിട്ടുള്ള ആദ്യകാല സിനിമകളിൽ എല്ലാ നടീനടന്മാരും ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബൗൺസ് ചെയ്ത് എങ്ങനെയാണ് സീനുകൾ ഉണ്ടാക്കിയിരുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ഒരു വലിയ പ്ലാനോട് കൂടിയല്ല ലൊക്കേഷനിൽ ചെല്ലുന്നത്. പക്ഷെ അതിന്റെ ഒരു നരേഷനെ കുറിച്ചുള്ള ഒരു നൈരന്തര്യമായ ഡയറക്ടറുടെ ഉള്ളിലുണ്ടാവും. അവിടെ ഇരുന്ന് എങ്ങനെയാണ് സീനുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ഓരോരുത്തരും എങ്ങനെയാണ് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയിട്ട് നമ്മൾ പിച്ച് ചെയ്യണം, നമ്മൾ ഫുള്ളി ബൗൺസ് ഇട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ മേന്മകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ശ്രീനികേട്ടനൊക്കെ ചെയ്ത എല്ലാ പടങ്ങളും ഇതുപോലെ സംഭവിച്ചാണെന്നാണ് തോന്നുന്നത്. ഫുള്ളി റിട്ടൺ സ്ക്രിപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീനികേട്ടൻ ഫുള്ളി റിട്ടണായിട്ട് വളരെ അപൂർവം ആയിട്ടാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഒരു ഗംഭീര സിനിമയുമായിട്ട് ശ്രീനികേട്ടൻ വീണ്ടും വരട്ടെ. ശ്രീനികേട്ടനും പ്രിയദർശനുമായിട്ടുള്ള കോമ്പിനേഷൻ, സത്യേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ, ഇതൊക്കെ മലയാളിക്ക് ഒരിക്കലും നോക്കാൻ പറ്റാത്ത സിനിമയാണ്. ഗംഭീരമായ അങ്ങനെ സിനിമ സംഭവം ആശംസിക്കുന്നു. നമുക്കിത് ഉണ്ണികൃഷ്ണൻ ഈ പറയുന്ന സാറ് പറയാമെന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം കുറച്ച് മുമ്പ് പറഞ്ഞു ഇപ്പൊ ഓർത്തോർത്ത് ഇത്രയും ഡയലോഗുകൾ കാണാപ്പാടെ പറയുന്നു. അപ്പം ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു റൈറ്റിംഗ് മിസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇപ്പോ കുഴി എഴുത്തുകാരെയൊക്കെ നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല. അവർക്ക് അവരുടേതായ ഇപ്പൊ ശ്യാം പുഷ്കറിന്റെ ഒക്കെ എത്ര ഷാർപ്പായിട്ടുള്ള ഇതുപോലത്തെ എനിക്ക് എത്ര ഡയലോഗുകൾ ഇപ്പോൾ പറയാൻ പറ്റും, അത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത്രയും എഴുത്തുകാരൊക്കെ ഇഷ്ടംപോലെ മലയാള സിനിമയിലുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ നേരത്തെ സ്വാമിയോട് ആരെ ചോദിച്ചത് ത്രില്ലർ സിനിമകളെ കുറിച്ച് ചോദിച്ചല്ലോ. ഇപ്പോഴത്തെ പുതിയ ജിത്തു ജോസഫ് ഈസ് എ ബ്രില്യന്റ് റൈറ്റർ. എന്തൊക്കെ സംശയമുണ്ട് കാര്യത്തിനകത്ത്. എനിക്ക് തോന്നുന്നു ഈ കാലത്തെ ഏറ്റവും നല്ല ത്രില്ലർ റൈറ്റർ എന്ന് പറയുന്നത് ജിത്തു ജോസഫാണ്. അദ്ദേഹത്തിന് ആ ഗ്രാഫ് എങ്ങനെ കൊണ്ടുപോകണം വളരെ ക്ലീൻ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പൊ പുതിയ ആൾക്കാർ മോശമാണെന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷെ ഇവരെ പോലുള്ളവരെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിന്റെ ഭാവുകത്വം തീരുമാനിച്ചു. നമ്മളുടെയൊക്കെ യുവത്വം കടന്നുപോയത് ഇവരുണ്ടാക്കിയ സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും സിറ്റുവേഷനിലൂടെയും. ഇപ്പോ നാടോടിക്കാറ്റെന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ ഒരു കത്തെടുത്തിട്ട് ഒരു ചെറിയ വിശേഷമുണ്ട്, എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അത് നെഞ്ചിൽ, ആ ഡയലോഗ് നെഞ്ചിൽ കൊണ്ടത് ഇവിടുത്തെ മലയാളത്തിലെ മധ്യവർഗ യുവതയുടെ നെഞ്ചിലാണ് കൊണ്ടത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ഞങ്ങൾക്ക് ശ്രീനിവാസനെ പോലെയുള്ള എഴുത്തുകാര് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരായിട്ട് നിലനിൽക്കും. അത് ഞങ്ങളുടെ നൊസ്റ്റാൾജിയാണ്. അത് നിങ്ങൾ അതിൽ ഭാരപ്പെടണമെന്ന് ഞങ്ങൾ പറയുന്നു. വേറൊരു തമാശയും കൂടി ഉണ്ട്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയും നിങ്ങളൊക്കെ പറയുന്നത് പഴയ ആളുകളെ മുഴുവൻ വസന്തങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം വസന്തം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മനോഹരമായ ഒരു പുതിയതായിട്ടൊരു സംഗതി, ഒരു പൂത്തുലയെന്ന് തന്നെയാണ് നമ്മൾ വസന്തം എന്ന് പറയുന്നത്.
മലയാള സിനിമയുടെ നവവസന്തങ്ങൾ എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരാണ്. പക്ഷെ ഇവര് പഴയ എഴുത്തുകാരെ അവഹേളിക്കാനായിട്ട് പഴയ നടീനടന്മാരെ, പഴയ എസ്പെഷ്യലി സംവിധായകരെ അവഹേളിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാക്കാണ് വസന്തം എന്ന് പറയുന്നത്. അത് ഒരു അറബ് നാടുകളിൽ വിപ്ലവം ഉണ്ടായപ്പോൾ പോലും അറബ് വസന്തം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, അല്ലെ? നക്സൽ മൂവ്മെന്റിന്റെ തുടക്കത്തില്, വിപ്ലവത്തിന്റെ തുടക്കത്തില് വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നാണ് പത്രത്തിന്റെ തലക്കെട്ടം പറയുന്നത്. ഇപ്പൊ ഈ വസന്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാത്തൊരു വാക്കാവുമ്പോൾ അതിനകത്തൊരു ഐറണിയുണ്ട്. എക്കാലത്തും ഞങ്ങളെയൊക്കെ പോലുള്ളവർക്ക് എക്കാലത്തും ഒരു വസന്തം പോലെ പുതിയ ഓരോ കാഴ്ചയിലും പുതിയ വസന്തം തരുന്ന സിനിമകൾ ഉണ്ടാക്കിയവരാണ് ഇവർ. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ വിളിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ബഹുമതിയായിട്ട് ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ശ്രീനിയേട്ടനെ പോലുള്ളവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതുക്കപ്പെടുന്ന വസന്തം. അങ്ങനെ അവസാനിപ്പിക്കും. സാജൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിനെത്തുകയും ഒപ്പം നമ്മുടെ മോഡറേറ്റർ പദവി സ്വീകരിച്ച് നമ്മളോടൊപ്പം തന്നെ ഈ മൊത്തം നേരം ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ സാറിന്റെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാറിനെ എല്ലാ വിശിഷ്ട വ്യക്തികളിലും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എസ് എൻ സ്വാമി സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. വളരെ വിനീതമായിട്ട് എല്ലാവരോടും വീണ്ടും 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 ഞാൻ നന്ദി പറഞ്ഞോളൂ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.